ഹലോ എവ്രി വൺ. നമ്മുടെ റൈസപ്പ് ഡെയിലി ആൻസർ റൈറ്റിംഗ് ക്ലബ് ഡേ 45 ആണ് ഇന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് ലാസ്റ്റ് വീക്ക് നമ്മൾ എത്തിക്സ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ടുഡേ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് പോളിറ്റി. അപ്പോൾ ഈ വീക്ക് നമ്മൾ പോളിറ്റി ആയിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക. ഇനിയുള്ള 5 ദിവസത്തേക്ക് പോളിറ്റിയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പം നമ്മുടെ പോളിറ്റിയുടെ വെയിറ്റേജ് എന്ന് പറയുന്നത് GS2 അറൌണ്ട് 125 മാർക്ക് പോളിറ്റി എന്നാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ സ്കോറിങ്ങിന്. അതുപോലെ തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾ കുറെയൊക്കെ നമ്മൾ കുറച്ചൊരു ഇൻഡയറക്റ്റ് മോഡലിലാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. നമുക്ക് പോയിന്റ് ജനറേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഭാഗത്തായിരുന്നു. ഇപ്പൊ 2025 നോക്കുകയാണെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പോളിറ്റി പേപ്പറാണ് നമ്മൾ കണ്ടത്. അപ്പോൾ പോയിന്റ്സ് ജനറേറ്റ് ചെയ്ത് പഠിക്കുക, ആ ഫ്രെയിം വർക്ക് എങ്ങനെയാണെന്നുള്ളതൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് പോളിറ്റി ആൻസേഴ്സിൽ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ പ്രിലിംസിന് ഒരുപാട് കണ്ടന്റ് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ആ കണ്ടന്റുകളും അതിന്റെ ഒപ്പം തന്നെ നമ്മളിപ്പം മെയിൻസിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിൽ എത്രമാത്രം പോയിന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, എത്രമാത്രം ആൻസേഴ്സ് എഴുതാൻ പറ്റും എന്നുള്ളത് നമ്മൾ PYQ ബേസ്ഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നതാണ്. അപ്പം ഇന്നത്തെ ഇപ്പൊ 45 നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് regarding constitutional morality ആണ്. Constitutional morality is rooted in the constitution itself and is founded on its essential facets. ഇതാണ് ഇതിന്റെ ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെന്റ്. എക്സ്പ്ലെയിൻ ദ ഡോക്ട്രിൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി വിത്ത് ദ ഹെൽപ്പ് ഓഫ് റെലവന്റ് ജുഡീഷ്യൽ ഡിസിഷൻസ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ മേജർലി നമ്മളോട് കോർ പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ ഡോക്ട്രിൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ആണ്. ഇപ്പോ നമുക്ക് പ്രശ്നം വരാൻ പോകുന്നത് ഹെൽപ്പ് ഓഫ് റെലവന്റ് ജുഡീഷ്യൽ ഡിസിഷൻസ്. ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പറയുന്ന ജുഡീഷ്യൽ ഡിസിഷൻസ് അല്ലെങ്കിൽ കേസസ് കൃത്യമായിട്ട് അറിഞ്ഞില്ലെങ്കിൽ ഈ ആൻസർ നമുക്ക് ഒരിക്കലും നല്ല രീതിയിൽ എഴുതാൻ പറ്റില്ല. അപ്പം ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ ആലോചന പോകാനാണെങ്കിലും ഈ കേസസിന്റെ ബേസിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഇവിടെ നമ്മളോട് ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെന്റ്. അത് നമുക്ക് നമ്മുടെ ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോ ഇവിടെ തന്നിരിക്കുന്നതിൽ ഞാനിപ്പോ ഇൻട്രൊഡക്ഷൻ കൊടുത്തിരിക്കുന്നത് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ, അത് എന്തിന്റെ ബേസിലാണ്. ഇപ്പൊ ഈ എസെൻഷ്യൽ ഫേസറ്റ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മുടെ പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി ബേസിൽ എന്താണ് അത് എന്നുള്ളത് ഇവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. യു ക്യാൻ യൂസ് ദ സെയിം ഇൻട്രോ ഓർ യു ക്യാൻ ബ്രിങ് എനി കറണ്ട് അഫയേഴ്സ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇന്നോവേറ്റീവ് ആയി എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിലും നല്ലതാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്താന്ന് പറഞ്ഞു തന്നെ തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുമ്പം ബേസിക്കലി ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും, എന്താണ് എന്നുള്ളത് ഒരു നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം മേ ബി ഇത് നിങ്ങൾ ഫസ്റ്റ് ടൈം കേൾക്കുന്ന ഒരു ടേം ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് പുതിയൊരു ടേം ആയിരിക്കാം. അപ്പം നമുക്ക് ഇൻഡിവിജ്വൽസിന് ഓരോരുത്തർക്കും ഓരോ മൊറാലിറ്റി ഉണ്ട് അല്ലെ. ഇപ്പോ നമുക്ക് ഇക്വാലിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ട്രൂത്ത്ഫുൾനെസ് ആയിരിക്കാം, ഓണസ്റ്റി ആയിരിക്കാം. വെൻ ദിസ് മൊറാലിറ്റി ഡിറൈവ്സ് ഫ്രം കോൺസ്റ്റിറ്റ്യൂഷൻ ദെൻ ഇറ്റ്സ് കോൾഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. അതായത് നമുക്കുള്ള ഓരോ മൊറാലിറ്റിയും, അതായത് നമുക്ക് എന്തൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, എന്തൊക്കെ മോറൽ വാല്യൂസ് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ട് നമ്മൾ ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നത്. അതിനിപ്പോ നമുക്ക് പറയാൻ പറ്റും, ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം പ്രൈവസി ഒരു ഇമ്പോർട്ടന്റ് മോറൽ പ്രിൻസിപ്പിൾ ആണോ എന്നുള്ളത് ഐ ഡിസൈഡ് ബേസ്ഡ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ദാറ്റ് ഇസ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. അതുപോലെ തന്നെ ബോഡിലി ഓട്ടോണമി നമ്മൾ ഒരുപാട് കേസസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അത് ഇസ് ഇറ്റ് റെലവന്റ് ടു മീ എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ബേസ്ഡ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. ബേസിക്കലി ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. നമ്മുടെ സോഴ്സ് എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. അപ്പം ഇതാണ് ബേസിക്കലി അതിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രോയിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ആ കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി എന്താന്നുള്ളത് പറയാം. അതിനുശേഷം നിങ്ങളോട് ചോദിക്കുന്നത് എക്സ്പ്ലെയിൻ ദ ഡോക്ട്രിൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി വിത്ത് ദ ഹെൽപ്പ് ഓഫ് റെലവന്റ് ജുഡീഷ്യൽ ഡിസിഷൻസ്. അതിന് മുന്നേ യു ക്യാൻ ഗിവ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിന്റെ പില്ലേഴ്സ് എന്താന്നുള്ളത് ജസ്റ്റ് ഒരു ഫ്രെയിം വർക്ക് പോലെ ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോ നിങ്ങൾക്ക് ഈ ഇൻട്രോയിൽ നിന്ന് ബോഡി പാർട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലോ ഉണ്ടാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളിപ്പം മെയിൻ ബോഡിയിലേക്ക് കടക്കുകയാണ്. മെയിൻ ബോഡിയിലേക്ക് കടക്കുമ്പോൾ ഡോക്ട്രിൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ആൻഡ് ഇറ്റ്സ് കമ്പോണൻസിലേക്കാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ പാർട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ കേസസ് അറിയാമെന്നുള്ളതൊന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഒരുപാട് കേസസ് അറിയുമായിരിക്കും. ഇപ്പം റിഗാർഡിങ് ദിസ് നമ്മുടെ പോളിറ്റി ബേസ്ഡ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരുപാട് കേസ് ഉണ്ടാവും. ഇപ്പൊ കേശവാനന്ദ ഭാരതി ഉണ്ടാവും, അതുപോലെ ഇപ്പം ശബരിമല കേസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഹാദിയ കേസ് ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് കേസുകൾ നിങ്ങൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. അപ്പം
ഇതിനൊക്കെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കേസസ് മാത്രം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ ആവില്ല. കാരണം നമ്മളോട് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്, ഡോക്ട്രിൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. അപ്പൊ ഇവിടെ നമുക്ക് പോവാവുന്ന ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് കമ്പോണൻസ് എന്നുള്ള രീതിയിൽ ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിന്റെ കമ്പോണൻസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ കമ്പോണന്റ് ബേസ്ഡ് അപ്രോച്ച് ആണ് നമുക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടി പറ്റുക. അപ്പം ഇതിന്റെ കമ്പോണൻസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റെലവെന്റ് കേസസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾ ഇവിടെ കേസസ് ഏതൊക്കെയാന്നുള്ളത് ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക ആദ്യം. അതിനുശേഷം ഇതിനെ ഒന്ന് കമ്പോണന്റ് ബേസ്ഡ് ആയിട്ട് തിരിക്കുക. അതിനുശേഷം ഇതിന് രണ്ടിനെയും കമ്പൈൻ ചെയ്താൽ മതിയായിരിക്കും. ഇപ്പൊ കമ്പോണന്റ് ബേസ്ഡ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണന്റ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രീമസിയാണ്. കാരണം എന്താണ്, നമ്മൾ എപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഈ മൊറാലിറ്റിന്റെ സോഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള വാല്യൂസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രീമസി നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രീമസി ഒരു പോയിന്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഇൻവോൾവ്സ് അപ്ഹോൾഡിംഗ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇത് ഡിറൈവ് ചെയ്തു വന്ന കേസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കേശവാനന്ദ ഭാരതി കേസാണ്. കേശവാനന്ദ ഭാരതി കേസിലാണ് ജുഡീഷ്യറി ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്താണെന്നും ഈ പറയുന്ന അമെൻമെന്റ്സ് വഴിയോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആൾട്ടറിംഗ് നടത്തണമെങ്കിൽ ഈ പറയുന്ന ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിനെ വയലേറ്റ് ചെയ്യാതെ വേണം ചെയ്യാനെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് കേശവാനന്ദ ഭാരതി ഡോക്ട്രിനിലാണ്. അപ്പോൾ ഡോക്ട്രിൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ആയിട്ട് നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രീമസി പറയാം. അതുപോലെ തന്നെ അതിന് റെലവെന്റ് ആയിട്ടുള്ള കേസും അവിടെ കൊടുക്കാം. അതെ, സിമിലർലി കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രീമസി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ നോക്കുക, പ്രിസർവേഷൻ ഓഫ് ഫെഡറൽ സ്ട്രക്ചർ. അപ്പം നമ്മുടെ പോളിറ്റി നമുക്കറിയാം, നമ്മൾ ഫോളോ ചെയ്യുന്നത് ഫെഡറൽ പോളിറ്റിയാണ്. സോ ദാറ്റ് ദർ വോണ്ട് ബി എനി അബ്യൂസ് ഓഫ് പവർ ഓർ ആർബിട്രറി യൂസ് ഓഫ് പവർ. അപ്പം അതുകൊണ്ട് നമ്മൾ ഫെഡറൽ സ്ട്രക്ചറിനെ പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനാണ് ശ്രമിക്കുക. അപ്പോൾ ഇതിൽ നമുക്കറിയാം കേസ് ഏതാ ഉള്ളത്, SR ബൊമ്മയുണ്ട്. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കേസസ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. ഈ പ്രിസർവേഷൻ ഓഫ് ഫെഡറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ്, കേരള സ്റ്റേറ്റിന് ഒരു ഓട്ടോണമി വേണം. സിമിലർലി നമുക്ക് എന്താണ്, സെൻട്രൽ കൺട്രോളും വേണം. നമ്മുടെ സ്റ്റേറ്റിന്റെ ആർബിട്രറി പവർ സെൻട്രൽ കൺട്രോൾ ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഓട്ടോണമി ഉണ്ടായിരിക്കണം. അപ്പം ഇതിന്റെ ഈ പറയുന്ന മൊറാലിറ്റി നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് എവിടെ നിന്നാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അപ്പോൾ ഇതൊരു പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയാണ്. അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് ഏത് കേസിലാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള രീതിയിൽ അവിടെ ആ കേസ് അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് അവിടെ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിളാണ് എന്ത്, ഇക്വിറ്റി ആൻഡ് നോൺ ഡിസ്ക്രിമിനേഷൻ. അപ്പം ആർട്ടിക്കിൾ 14 ആണ് അത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം ആർട്ടിക്കിൾ 14 ഇക്വിറ്റി ആൻഡ് നോൺ ഡിസ്ക്രിമിനേഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിന്റെ പില്ലറാണ്. അപ്പം അതിന്റെ കമ്പോണന്റ് ആണ്. അപ്പോൾ ആ കമ്പോണന്റിനെ ബേസ് ചെയ്തിട്ടുള്ള കേസ് ഏതാണ്. ഇപ്പം നിങ്ങൾക്ക് എന്ത് കേസ് വേണമെങ്കിലും ഇവിടെ കൊണ്ടുവരാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ശബരിമല കേസ് കൊണ്ടുവരാം, അതുപോലെ തന്നെ വേണമെങ്കിൽ ഹാദ്യ കേസ് കൊണ്ടുവരാം. ഇതൊക്കെ എന്തിൽ വരും, ഇക്വാളിറ്റി ആൻഡ് നോൺ ഡിസ്ക്രിമിനേഷനിൽ വരും. അപ്പോൾ ഇവിടെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു റീസെന്റ് കേസാണ്, സുകന്യ ശാന്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 2024 വന്നതാണ്. അത് കാസ്റ്റ് ഇൻ പ്രിസണിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പം ആ കേസ് നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പം ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന അടുത്ത ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് അപ്ഹോൾഡിംഗ് റൂൾ ഓഫ് ലോ. റൂൾ ഓഫ് ലോ നമ്മൾ സ്റ്റാർട്ടിങ് ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ പഠിക്കുന്ന തുടക്കത്തിൽ തന്നെ പഠിക്കുന്നതാണ്. റൂൾ ഓഫ് ലോ ഇസ് എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണലിസം. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്ത് എന്ത് പറയുമ്പോഴും നമുക്ക് റൂൾ ഓഫ് ലോ അവിടെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ റൂൾ ഓഫ് ലോയിലാണെങ്കിലും നമുക്ക് ഇഷ്ടംപോലെ ജഡ്ജ്മെന്റ്സ് പറയാൻ വേണ്ടി പറ്റും. നിങ്ങൾ എടുക്കുന്ന എല്ലാ കേസസും മിക്കവാറും റൂൾ ഓഫ് ലോയിൽ വരുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നതും ഒരു റീസെന്റ് കേസാണ്, ബുൾഡോസർ ജസ്റ്റിസ് കേസാണ്. അതായത് നമ്മൾ UP-യിലൊക്കെ കണ്ടിരുന്നു, ഒരുപാട് വീടുകളൊക്കെ ബുൾഡോസർ വെച്ച് ഡിമോളിഷ് ചെയ്ത് അവർ ലീഗൽ നോംസ് വയലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ബുൾഡോസർ വെച്ച് അവരുടെ വീടുകൾ ഡിമോളിഷ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വളരെ ക്രിറ്റിസൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സുപ്രീം കോർട്ട് പറഞ്ഞത് ഡ്യൂ പ്രോസസ് ഓഫ് ലോ ഫോളോ ചെയ്യാതെ ഒരു ആർബിട്രറി പ്രൊസീജിയേഴ്സും അനുവദിക്കുന്നതല്ല എന്നുള്ള മാതിരി സുപ്രീം കോർട്ട് ഒരു ജഡ്ജ്മെന്റ് പറഞ്ഞിരുന്നു. അപ്പം അത് നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇപ്പോൾ വരുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ റൈറ്റ്സിലാണ്. നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് നോക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്. അത് ഇൻഡിവിജ്വൽ റൈറ്റ്സിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം പ്രിസർവേഷൻ ഓഫ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 21 ഒക്കെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റും. അപ്പം പ്രിസർവേഷൻ ഓഫ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ ഇമ്പോർട്ടൻറ്റ് കമ്പോണന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റീൻ്റെ ഈ പല ആസ്പെക്റ്റുകളും ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഇപ്പോൾ നമുക്ക് ജസ്റ്റിസ് KS പുട്ടുസ്വാമി കേസ് അവിടെ കൊണ്ടുവരാം, നമ്മുടെ പ്രൈവസി ഇഷ്യൂസിൻ്റെ ഒക്കെ കാര്യത്തിൽ. അപ്പം ഇവിടെ
കമ്പോണന്റ് വന്നു, ഡോക്ട്രിൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി വന്നു, അതുപോലെ തന്നെ വി എക്സ്പ്ലെയിൻഡ് ഇറ്റ് ബേസ്ഡ് ഓൺ റെലവൻറ്റ് കേസ് ജഡ്ജ്മെന്റ്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി പ്രിവെയിൽസ് ഓവർ സോഷ്യൽ മൊറാലിറ്റി, അതായത് ഇൻഡിവിജ്വലി നമുക്കുള്ള മൊറാലിറ്റി, നമ്മൾ ഡിറൈവ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള മൊറാലിറ്റി പ്രിവെയിൽസ് ഓവർ സോഷ്യൽ മൊറാലിറ്റി. സോഷ്യൽ മൊറാലിറ്റി ഓരോ ടൈം കഴിയുന്തോറും ചിലപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നവതേജ് സിംഗ് ജോഹർ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 377 ഡീക്രിമിനലൈസ് ചെയ്തു. പണ്ടത്തെ കാലത്ത് അത് ഭയങ്കര ഒരു കുറ്റമായിരുന്നു, അത് ലീഗലി തെറ്റായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ട് ഒരാളുടെ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ബോഡിലി ഓട്ടോണമി നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്ത് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ തുടങ്ങിയപ്പം അവിടെ എന്ത് സംഭവിച്ചു, അത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ആയി വന്നു. ദാറ്റ് പ്രിവെയിൽസ് ഓവർ സോഷ്യൽ മൊറാലിറ്റി എന്ന് വന്നു. അപ്പം നവതേജ് സിംഗ് ജോഹർ കേസ് നിങ്ങൾക്ക് എന്താവാം, അതിൻ്റെ എന്താണ് റെലവൻറ്റ് കേസായിട്ട് അവിടെ കൊടുക്കാം. അതിനെ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് വിടാം. അതുപോലെ തന്നെ എൻഷുർ ചെക്ക് ആൻഡ് ബാലൻസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഓർഗൻസ്. ഇപ്പോൾ നമുക്ക് അറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സെപ്പറേഷൻ ഓഫ് പവർ ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ എങ്ങനെയാണ് ഈ പറയുന്ന ചെക്സ് ആൻഡ് ബാലൻസസ് കൊണ്ടുവരുന്നത് എന്നുള്ളതും കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ആർട്ടിക്കിൾ 14 ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും തമ്മിലുള്ള സെപ്പറേഷൻ ഓഫ് പവർ പറയുന്നുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാം. അതിൻ്റെ റെലവൻറ്റ് കേസായിട്ട് വേണമെങ്കിൽ ഗവൺമെൻറ് ഓഫ് NCT വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇനിയും ഇഷ്ടംപോലെ പോയിന്റുകൾ ആഡ് ചെയ്യാം. ഇപ്പോൾ വൾണറബിൾ സെക്ഷൻ്റെ കെയർ അല്ലെങ്കിൽ വൾണറബിൾ സെക്ഷൻ്റെ ആസ്പെക്റ്റ് ഇവിടെ നിങ്ങൾക്ക് കൊണ്ടുവരാം. അതിലേക്ക് നിങ്ങൾക്ക് DPSP കൊണ്ടുവരാം, കാരണം എൽഡർലി അതുപോലെ തന്നെ പ്രഗ്നന്റ് വുമണിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആസ്പെക്റ്റുകൾ. അതുപോലെ തന്നെ എൻവയൺമെന്റൽ കൺസേൺസ് കൊണ്ടുവരാം, എൻവയൺമെന്റൽ എത്തിക്സ് അല്ലെങ്കിൽ എൻവയൺമെന്റൽ ആസ്പെക്റ്റുകൾ ഇവിടെ കൊണ്ടുവരാം. അതിൽ നിങ്ങൾക്ക് DPSPയും അതുപോലെ തന്നെ എന്തുകൊണ്ടുവരാം, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൊണ്ടുവരാം. അതിൽ കേസായിട്ട് നിങ്ങൾക്ക് MC മെഹ്ത്ത കേസ് കൊണ്ടുവരാം. ഇപ്പോൾ റീസെൻ്റ്ലി വേറൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ പേര് മറന്നുപോയി. അപ്പം ഇതേപോലെ നിങ്ങൾക്ക് ഈ നിങ്ങൾ കേട്ടിട്ടുള്ളതും നിങ്ങൾ വായിക്കുന്ന പത്രത്തിൽ ഡെയിലി വായിക്കുന്ന കേസുകളൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പോയിന്റുകൾ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പം ഇവിടെയാണ് നമ്മുടെ ആൻസർ എന്താവുന്നത്, റെലവൻ്റ് ആവുന്നത്. അതായത് ക്വസ്റ്റ്യൻ്റെ പാർട്ട് എന്തായിരുന്നു, എക്സ്പ്ലെയിൻ ഡോക്ട്രിൻ വിത്ത് ഹെൽപ്പ് ഓഫ് റെലവൻറ്റ് ജുഡീഷ്യൽ ഡിസിഷൻ എന്നുള്ള ഭാഗം ഇവിടെ കൃത്യമായിട്ട് അഡ്രസ്ഡ് ആയിപ്പോയി. ഇവിടെയാണ് നിങ്ങളുടെ മാർക്ക് മാക്സിമം വീഴാൻ പോകുന്നത്. നിങ്ങൾ അതിൻ്റെ ഇടയിൽ വേറെ എന്ത് എഴുതിയിട്ടും കാര്യമില്ല. അപ്പോൾ ഈ ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ അഡ്രസ്ഡ് ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ കൺക്ലൂഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കൺക്ലൂഷനിൽ ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് കൊണ്ടുവരാൻ എന്നുള്ളതാണ് നമുക്ക് പോളിറ്റീൻ ആൻസറിൽ ചെയ്യാൻ വേണ്ടി പറ്റുക. ഇപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി കേസ് ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിൽ നമ്മൾ ഫോളോ ചെയ്യുമ്പം അവിടെ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്, ജുഡീഷ്യറി എല്ലാ കാര്യത്തിലും കയറി ഇടപെട്ടിട്ട് ജുഡീഷ്യൽ ഓവർ റീച്ച് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ ഡോക്ട്രിൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി നമുക്ക് അത്യാവശ്യമാണ്. പക്ഷേ എന്ത് സംഭവിക്കും, ചില കേസുകളിൽ ഇത് ജുഡീഷ്യൽ ഓവർ റീച്ചായി മാറാറുണ്ട്. ഇപ്പം ഡൽഹി ഡീസൽ വെഹിക്കിൾ ബാൻ, അതുപോലെ തന്നെ തിയേറ്ററിൽ നാഷണൽ ആന്തം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജുഡീഷ്യൽ ഓവർ റീച്ച് എന്നുള്ള ഒരു രീതിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതും കൂടി ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇക്വാലിറ്റി ആൻഡ് എഗാലിറ്റേറിയൻ സൊസൈറ്റിയിലേക്ക് ലീഡ് ചെയ്യും, അല്ലെങ്കിൽ വാല്യൂസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് ഇതിനെ കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയാണ് ഇന്നത്തെ ഈ ആൻസറിൻ്റെ കീൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വരുന്നത്. ഇതിൻ്റെ ഒരു അപ്രോച്ച് നിങ്ങൾ കമ്പോണൻറ്റ് ബേസ്ഡ് അപ്രോച്ച് പോകുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ ഒപ്പം തന്നെ ഈ പറയുന്ന റെലവൻറ്റ് കേസ് ജഡ്ജ്മെൻറ്റ്സും കൂടി ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പം താങ്ക് യു.